വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മ, ഉദ്യോഗസ്ഥ തലത്തിലെ അലംഭാവം, എങ്ങോട്ടെന്നറിയാതെ മൂവാറ്റുപുഴയുടെ നഗരവികസനം. മൂവാറ്റുപുഴയുടെ വികസനം മുന്നിൽ കണ്ട് വെള്ളൂർക്കുന്നം മുതൽ PO ജംഗ്ഷൻ വരെ 2023 ജൂണിൽ നിർമ്മാണം ആരംഭിച്ചതാണ് പദ്ധതി. 6 മാസം പിന്നിടുമ്പോഴും എങ്ങും എത്താത്ത നിലയിലാണ്. 1.8 കിലോമീറ്റർ മാത്രം വരുന്ന ഈ പദ്ധതി 6 മാസമായിട്ടും പാതി വഴി പോലും എത്താത്തത് വകുപ്പുകളുടെ ഏകോപനമില്ലായ്മയും ഉദ്യോഗസ്ഥരുടെ അലംഭാവവുമെന്നാണ് പൊതുജന സംസാരം. നാട്ടിലെങ്ങും കാണാത്ത രീതിയിലുള്ള ഒരു റോഡ് വികസന പ്രവർത്തനമാണ് മൂവാറ്റുപുഴയിൽ കണ്ടുവരുന്നത്. ഇത് പണി പൂർത്തീകരിച്ചാൽ തന്നെ ഏറ്റവും അപാകത നിറഞ്ഞൊരു പ്രവൃത്തിയായിട്ട് തീരാനാണ് സാധ്യത. പല ബസ് സ്റ്റോപ്പുകളും ഒരുപക്ഷെ അപ്രത്യക്ഷമായേക്കാം. മറ്റൊരു കാര്യം, ഈ റോഡ് പണി പൂർത്തീകരിച്ചാൽ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പോലും വെള്ളൂർക്കുന്നം വരെയുള്ള ഭാഗത്ത് എവിടെയും വേണ്ട വിധത്തിൽ ഉള്ളൊരു പാർക്കിംഗ് സൗകര്യം പോലും ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ. ആവശ്യത്തിന് ബസ് സേവനം ഉണ്ടാവില്ല. ഇതെല്ലാം കൂടെ കണക്കൂട്ടി കഴിയുമ്പോൾ ആദ്യത്തേക്കാൾ നഗരത്തിലെ അവസ്ഥ പരിതാപകരമാവൂ എന്നുള്ളത് തന്നെയാണ് സംശയമുള്ളത്. മൂവാറ്റുപുഴ നിവാസികളുടെ മാത്രമല്ല മറ്റ് പ്രദേശങ്ങളിലെയും ആളുകളുടെ പതിറ്റാണ്ടുകളായുള്ള സ്വപ്നമാണ് മൂവാറ്റുപുഴ ടൗണിന്റെ വികസനം എന്നത്. റോഡ് നിർമ്മാണത്തിനായി 100-ലധികം പേരുടെ സ്ഥലങ്ങളാണ് പൊന്നുമലയ്ക്ക് ഏറ്റെടുത്തത്. 20 മീറ്റർ വീതിയിലാണ് റോഡ് നിർമ്മാണം എന്ന് അവകാശപ്പെടുമ്പോഴും റോഡിനും 2 സൈഡിലുമായി തീർത്തിരിക്കുന്ന ഡക്റ്റുകളുടെയും വെളിയിൽ നിൽക്കേണ്ട ഇലക്ട്രിക് പോസ്റ്റുകൾ പുനഃസ്ഥാപിക്കാൻ 1 ഇഞ്ച് പോലും സ്ഥലമില്ല എന്നുള്ളതാണ് വസ്തുത. ഈ നഗരവികസനത്തിന്റെ ഭാഗമായിട്ട് ഈ റോഡ് പണി നടന്നു വരുമ്പോൾ ഇപ്പൊ കാണുന്ന ഒരു കാഴ്ച ഇലക്ട്രിക് പോസ്റ്റുകളെല്ലാം പഴയ റോഡിന്റെ അരികിൽ, അതായത് നിർദ്ദിഷ്ട റോഡിന്റെ ഏകദേശം മധ്യഭാഗത്തിലായിട്ട് നിൽക്കുന്ന രീതിയിലാണ് ഇപ്പൊ കാണുന്നത്. ഇത് ഈ റോഡിനും പുതിയ റോഡിനും ഡക്റ്റിനും വെളിയിലായിട്ടാണ് ഇലക്ട്രിക് പോസ്റ്റുകൾ സ്ഥാപിക്കേണ്ടതെന്നാണ് തോന്നുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങനെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള 1 ഇഞ്ച് സ്ഥലം പോലും ഈ നഗരത്തിൽ എവിടെയും ഉള്ളതായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പണി തീർന്നാൽ പോലും ഇലക്ട്രിക് പോസ്റ്റുകളെല്ലാം പഴയ രീതിയിൽ തന്നെ ഈ റോഡിന്റെ അരികിൽ ആയിട്ട് സ്ഥാപിക്കേണ്ടതായിട്ട് വരും. ഒരു വേലിക്കെട്ട് പോലെ ഫുട്പാത്തിന്റെ സൈഡിൽ ഈ പോസ്റ്റുകൾ കാണുന്ന ഒരു കാഴ്ചയായിരിക്കും നമുക്ക് കാണാൻ സാഹചര്യം ഉണ്ടാവുക എന്നാണ് തോന്നുന്നത്. കരാർ കാലാവധിക്കുള്ളിൽ പണിതീരാത്ത അവസ്ഥ വന്നാൽ കരാർ പുതുക്കി നൽകുകയും അതുവഴി കൂടുതൽ തുക മേടിച്ചെടുക്കുവാനുമുള്ള ഉദ്യോഗസ്ഥരുടെ അടവ് നയങ്ങളാണ് റോഡ് പണി വൈകാൻ കാരണമാകുന്നതെന്നും പൊതുജന സംസാരമുണ്ട്. ഈ നഗരവികസനവുമായിട്ട് ബന്ധപ്പെട്ട റോഡിന്റെ പണി അനന്തമായിട്ട് ഇങ്ങനെ നീണ്ടുപോകുന്നതിനെ സംബന്ധിച്ച് പരക്കെ വ്യാപകമായ ആക്ഷേപം ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. ഈ കരാർ കാലാവധിക്കുള്ളിൽ ഈ പ്രവൃത്തി പൂർത്തീകരിക്കാണ്ട് ഇതിന്റെ കരാർ തുക വർദ്ധിപ്പിച്ച് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കുൽസിത ശ്രമം നടത്തി വരുന്നതായിട്ടാണ് പൊതുവെ ഒരു ആക്ഷേപം ഉണ്ടായിട്ടുള്ളത്. റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ഗതാഗത തടസ്സം സുഗമമാക്കുവാൻ ഉദ്യോഗസ്ഥ തലത്തിലും ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്നും വേണ്ട നടപടികൾ എത്രയും വേഗം സ്വീകരിക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ TV.